നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂനത്രയിൽ ഭൂമാഫിയയുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് BJP. പ്രദേശത്തെ കുന്നിടിക്കൽ പ്രവൃത്തി നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ. BJP ജില്ലാ പ്രാദേശിക നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. ഭൂമാഫിയക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ. കേച്ചേരിയിൽ KSRTC ബസിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് 15 പേർക്ക് പരിക്ക്. അപകടം ഇന്ന് രാവിലെ 9 മണിക്ക്. തൃശൂർ ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ തീപിടുത്തം. ആളപായം ഇല്ല. മഴയിൽ പരക്കെ നാശനഷ്ടം. ദേശമംഗലത്ത് റോഡ് ഇടിഞ്ഞു വീണ് അപകട ഭീഷണിയിലായ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടിയായി. ശക്തമായ മഴയിൽ റോഡ് ഇടിഞ്ഞത് ബുധനാഴ്ച വൈകിട്ട്. തൃശൂരിൽ കൂറ്റൻ മരം 11 kV ലൈനിന് മുകളിലൂടെ കടപുഴകി വീണു. വാർത്തകൾ വിശദമായി. കൂനത്ര വാര്യത്തുകുന്നിലെ ഭൂമാഫിയ വിളയാട്ടം അവസാനിപ്പിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് BJP. പ്രദേശത്തെ കുന്നിടിക്കൽ പ്രവൃത്തി നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച BJP നേതാക്കൾ പറഞ്ഞു. വാണിയംകുളം പഞ്ചായത്തിന്റെയും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തി പ്രദേശമായ കൂനത്ര വാര്യത്തുകുന്നിൽ കുന്നിടിച്ചു നിരത്തുന്ന പ്രവൃത്തി വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. കുന്നിടിക്കൽ പ്രദേശവാസികളിൽ വലിയ ആശങ്കയും പ്രതിഷേധവും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് ഭൂമാഫിയ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും ഉടൻ നിർത്തലാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് BJP പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. വാണിയംകുളം പഞ്ചായത്തിൻ്റെയും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിയിലുള്ള വാര്യത്തുകുന്ന് എന്നുള്ള ഈ പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ മണ്ണെടുക്കലും സ്ഥലം ആ കുന്ന് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ വീടുകൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. എനിക്ക് പറയുമ്പോൾ വലിയ ഉരുൾപൊട്ടലടക്കമുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ള രീതിയിലേക്കാണ് വരുന്നത്. ഇത് വാണിയംകുളം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒത്താശയോട് കൂടിയിട്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് ഈ മണ്ണെടുക്കലും അതേപോലെ തന്നെ സ്ഥലം നിരപ്പാക്കലും അവസാനിപ്പിക്കാൻ അധികൃതർ തയ്യാറാവണം. അതല്ലെങ്കിൽ ഇവിടെയുള്ള വീടുകൾക്കും ജനങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിപൂർണമായുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരണസമിതിക്കായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രാത്രി സമയത്ത് ഇവിടെ മണ്ണൊലിപ്പുണ്ടായി. പാതിരാത്രിക്ക് തന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ റോഡിൽ കുന്നുകൂടിയിട്ടുള്ള മണ്ണ്, എത്രയോ കൂടുതൽ മണ്ണ് രാത്രി തന്നെ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്രയും ശുഷ്കാന്തി അവർ കാണിക്കുന്ന സമയത്ത് ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇതിൽ വ്യാപകമായുള്ള അഴിമതി നടത്തിക്കൊണ്ട് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ടാണോ എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നു. ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് N. മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി P. ജയരാജ്, കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK. വിപിൻനാഥ് എന്നിവരുൾപ്പെടുന്ന സംഘമാണ് വാര്യത്തുകുന്ന് പ്രദേശം സന്ദർശിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേച്ചേരിയിൽ KSRTC ബസിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് 15 പേർക്ക് പരിക്ക്. രാവിലെ 9 മണിയോടെയാണ് അപകടം ഉണ്ടായത്. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. 15 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റവരെ കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കേച്ചേരിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലത്ത് ശക്തമായ മഴയിൽ റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് അപകട ഭീഷണിയിലായ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ് അടിഭാഗത്തുള്ള വീടിനടുത്തേക്ക് മണ്ണും കല്ലും ചിതറി വീണത്. ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലാണ് ദേശമംഗലം പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെട്ട ആറ്റുപുറം നവംബർ 1 റോഡ് ഇടിഞ്ഞ് സമീപത്തെ വീട്ടിലേക്ക് വീണത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ഉയരമുള്ള റോഡിന്റെ ഒരു ഭാഗത്തെ മണ്ണും കല്ലും വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. റോഡിന്റെ വശങ്ങൾ ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവരമറിഞ്ഞ പഞ്ചായത്ത് അംഗം T. സംഗീതയും മറ്റ് ജനപ്രതിനിധികളും
നാട്ടുകാരും സ്ഥലത്തെത്തി. വീട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. റോഡ് അപകടാവസ്ഥയിലായ സാഹചര്യത്തിൽ സമീപത്ത് താമസിക്കുന്നവരെ കൂടി മാറ്റിപ്പാർപ്പിക്കും. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വലിയ അപകട ഭീഷണിയാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ കൂറ്റൻ മരം 11 kV ലൈനിന് മുകളിലൂടെ കടപുഴകി വീണു. തൃശൂർ ചേറ്റുപുഴ റോഡിലാണ് മരം വീണത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ എമർജൻസി റെസ്ക്യൂ വാഹനമെത്തി 3 മണിക്കൂറോളം പണിപ്പെട്ടാണ് മരം മുറിച്ചു നീക്കിയത്. മരം വീണതോടെ വാഹന ഗതാഗതം സ്തംഭിച്ചു. തൃശൂർ അഗ്നിരക്ഷാ സേനാ നിലയത്തിലെ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ KA ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ K സജീഷ്, K ശിവദാസൻ, D ദിനേശ്, G അനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് മരം മുറിച്ചു നീക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. സീവീസ് വുഡ് ഇന്റീരിയേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. പുലർച്ചെ 1:15 സംഭവം. തൃശൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേന സംയുക്തമായാണ് തീയണച്ചത്. തൃശൂരിൽ നിന്നെത്തിയ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസ്, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ KA ജ്യോതികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ 16ാമത് പ്രതിഷ്ഠാദിന മഹോത്സവവും 9ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും മെയ് 24 മുതൽ ജൂൺ 1 വരെ നടക്കും. പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തോടനുബന്ധിച്ച ദിവസവും അന്നദാനം ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ആചാര്യന്മാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് കേരള സന്യാസി സഭ സംസ്ഥാന സെക്രട്ടറി HH പ്രഭാകരാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് യജ്ഞം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദീപാരാധന, ഭാഗവത പ്രഭാഷണം എന്നിവ നടക്കും. ജൂൺ 1 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം അന്നദാനം, ദീപാരാധന എന്നിവയുണ്ടാകുമെന്നും നിത്യേന വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭഗവതി ക്ഷേത്രത്തിൽ 16ാമത് പ്രതിഷ്ഠാ ദിനവും 9ാമത് സപ്താഹവും 24-ാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനവും വൈകുന്നേരം നൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ പരിപാടികളെ എല്ലാവരും സഹകരിച്ച് പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കരാത്തെ എന്ന ആയോധന കലയെ ജീവവായു പോലെ സ്നേഹിച്ച് തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുകയാണ് തൃശൂർ എടത്തിരുത്തിയിലെ ഒരു കുടുംബം. അയിനിച്ചുവട് സ്വദേശി സന്തോഷിന്റെ കുടുംബമാണ് കരാത്തേക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. കരാത്തെ ഒരു ആയോധന കലയെന്ന രീതിയിൽ ജനകീയമായിട്ടില്ലാത്ത കാലത്താണ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ് ഇത് അഭ്യസിക്കണമെന്ന ആഗ്രഹം സന്തോഷിനുണ്ടായത്. 1978 12 വയസ്സുള്ളപ്പോൾ കരാട്ടയിൽ ഹരിശ്രീ കുറിച്ച സന്തോഷ് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് പഠനം തുടർന്നത്. വീട്ടുകാർക്ക് താൽപ്പര്യമില്ലാതിരുന്നിട്ട് പോലും നിരന്തര അഭ്യാസത്തിലൂടെ സന്തോഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 5 വർഷത്തിനുള്ളിൽ കരാട്ടെ അധ്യാപകന്റെ കുപ്പായമണിഞ്ഞു. ഇതിനിടയിൽ ബ്ലാക്ക് ബെൽറ്റും സ്വന്തമാക്കി. വിവാഹശേഷം സ്വന്തമായി ഒരു പരസ്യ കമ്പനി തുടങ്ങി. കമ്പനി പച്ചപിടിക്കാതായതോടെ ഭാര്യ രജനിയെയും കൂട്ടി വീണ്ടും കരാട്ടയുടെ ലോകത്തേക്ക് മടങ്ങി. സന്തോഷിൽ നിന്ന് രജനിയും കരാട്ടെ അഭ്യസിച്ചു. ചെറുപ്രായത്തിൽ തന്നെ മക്കളായ അനന്യയും അശ്വന്ത് കൃഷ്ണയും മാതാപിതാക്കളുടെ വഴിയെ സഞ്ചരിച്ചു. ഇതോടെ സന്തോഷിന്റെ കുടുംബം ഒരു സമ്പൂർണ്ണ കരാട്ടെ കുടുംബമായി. മക്കളും പരിശീലന രംഗത്തേക്ക് വന്നു. കേരളത്തിനകത്തും പുറത്തുമായി വേൾഡ് വൈഡ് മാർഷൽ അക്കാദമി എന്ന പേരിൽ നിരവധി ശാഖകൾ സ്ഥാപിച്ചു. പഠിതാക്കളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോധൈര്യം പകർന്നു നൽകാനും കരാട്ടയെ ജനകീയമാക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഇരുവരുടെയും മുഖത്ത് വിരിയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരി. അപ്പോൾ നിരവധി കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കരാട്ടെ പഠിച്ച് വലിയ ഉയർന്ന ലെവലിലെത്തിയിട്ടുണ്ട്. അതിലിപ്പം ചില ഡോക്ടർമാരായിട്ടുണ്ട്, എഞ്ചിനീയർമാരായിട്ടുണ്ട്, അതുപോലെ തന്നെ പോലീസിൽ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അങ്ങനെ നിരവധി പേര് നമ്മുടെ ഈ സ്കൂളിൻ്റെ കീഴിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ട് പോയ ചരിത്രമുണ്ട് നമ്മുടെ സ്കൂളിൽ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം രക്ഷിതാക്കൾ, അമ്മമാരും അച്ഛന്മാരും കുട്ടികളും കൂടിയിട്ട് ഇപ്പോൾ പരിശീലന രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നിരവധി കുട്ടികൾ ക്ലാസ്സിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആയോധന കല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ജനകീയമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
അതുപോലെ തന്നെ കണ്ടമാനം ബ്രാഞ്ചുകളും അതുപോലെ തന്നെ കരാട്ടെ, കിക്ക് ബോക്സിങ്, കൊബുഡോ, അതായത് സേഫ്റ്റി നെഞ്ചാക്ക് അസോസിയേഷൻ്റെ നെഞ്ചാക്കിൻ്റെ ട്രെയിനിങ് എന്നുള്ള ആയോധന കലകളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് ഈ സ്കൂളിൻ്റെ കീഴിൽ. സാമ്പത്തികമില്ല എന്ന പേരിൽ കരാട്ടെ പഠിക്കാൻ കഴിയാത്തവരെ സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തുകൾക്കെതിരെ ഈ ആയോധന കലയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കരാട്ടെ ക്ലാസുകൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗാർഹിക തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പാലക്കാട്ട് നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. ഗാർഹിക മേഖലയിൽ പണിയെടുക്കുന്നവർ വലിയ വിഷമതകൾ അനുഭവിക്കുന്നുണ്ടെന്ന് M. ഹംസ ചൂണ്ടിക്കാട്ടി. കൂടുതൽ സമയം പണിയെടുക്കേണ്ടി വരികയും തുച്ഛമായ വേതനം മാത്രം ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഈ മേഖലയിലുള്ളവരുടെ ക്ഷേമത്തിനായി സർക്കാർ നയരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും M. ഹംസ പറഞ്ഞു. വകുപ്പുകൾ പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഗാർഹിക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് V. സരള അധ്യക്ഷത വഹിച്ചു. R. പുരുഷോത്തമൻ, ബീന, സുലേഖ, ശാലിനി, P. പങ്കജവല്ലി, ഉണ്ണികൃഷ്ണൻ, KT. ഉദയകുമാർ, ലതിക എന്നിവർ പ്രസംഗിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൺവെൻഷനിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓടന്നൂർ പറളി ദേശീയപാത ബൈപ്പാസ് റോഡ് അപകടക്കെണിയായി. പ്രധാന പാതയുടെ ഇരുവശങ്ങളും വെട്ടിപ്പൊളിച്ച് ചാലുകീറി മണ്ണിട്ട് മൂടി കരാറുകാർ സ്ഥലം വിട്ടതിനു പിറകെ വേനൽ മഴ ശക്തമായതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമായത്. ശുദ്ധജല വിതരണ പൈപ്പ് സ്ഥാപിക്കാനെന്ന പേരിൽ പ്രധാന പാതയുടെ ഇരുവശങ്ങളും വെട്ടിപ്പൊളിച്ച് 4 അടിയോളം ആഴത്തിൽ ചാലുകീറി മണ്ണിട്ട് മൂടി കരാറുകാർ സ്ഥലം വിട്ടതാണ് പ്രശ്നമായത്. വേനൽ മഴയിൽ പാത 2 വശങ്ങളിലും വൻ ഗർത്തമായതോടെ ഇവിടം അപകടക്കെണിയായിരിക്കുകയാണ്. കുഴൽമന്ദം മുണ്ടൂർ ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസാണ് ഓടന്നൂർ പറളി റോഡ്. ഗതാഗത തിരക്കുള്ള റൂട്ടാണിത്. ഇരുവശങ്ങളും കുത്തിയൊലിച്ച് ഗർത്തമായത് യാത്രക്കാരെ ഭീതിയിലാക്കുന്നു. പൊതുവെ വീതി കുറഞ്ഞ റോഡിൽ വശങ്ങളിലേക്കിറങ്ങിയാൽ അപകടം ഉറപ്പാണ്. റോഡിന്റെ വശങ്ങൾ തകർന്നത് ഉടൻ ശരിയാക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാജിക് മിഷൻ പാലക്കാട് സംഘടിപ്പിക്കുന്ന ഓൾ കേരള മാജിക് കൺവെൻഷൻ 3ാമത് മാസ്മര 2024 മെയ് 25-ന് പട്ടാമ്പിയിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ മാജിക് ഷോ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാജിക് മിഷൻ പാലക്കാട് സംഘടിപ്പിക്കുന്ന ഓൾ കേരള മാജിക് കൺവെൻഷൻ 3ാം മാസ്മര 2024 മെയ് 25-ന് പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി 200ഓളം മാന്ത്രികർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മജീഷ്യൻ യോന തമിഴ്നാട് മുഖ്യാതിഥിയായിരിക്കും. മാജിക് മിഷൻ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷനാകും. പ്രോഗ്രാം കൺവീനർ സലാം വല്ലപ്പുഴ പ്രമേയം അവതരിപ്പിക്കും. പട്ടാമ്പി നാഗചെയർപേഴ്സൺ O. ലക്ഷ്മികുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. വൈകിട്ട് 4-ന് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രമുഖ മാന്ത്രികരായ യദുനാഥ്, അഫ്സൽ, അഭിരൂപ് പട്ടാമ്പി എന്നിവരുടെ വ്യത്യസ്ത ഗാലാ ഷോ അരങ്ങേറും. മജീഷ്യൻ ഉസ്താദ് മജീദ് മടവൂർ, അബൂബക്കർ തൃശൂർ, മെൻ്റലിസ്റ്റ് ജിൽജിലി ജോബി തുടങ്ങിയവർ ടീച്ചിങ് ക്ലാസ് നയിക്കും. പരിപാടിയുടെ ഭാഗമായി കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ മാജിക് ഷോ സംഘടിപ്പിക്കും. പ്രമുഖ മാന്ത്രികരായ ശശി താഴത്തുവയൽ, ഹരിദാസ് തൃശൂർ, ശ്രീജിത്ത് വിയ്യൂർ, സേതു നിലമ്പൂർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രമുഖ മാന്ത്രികരായ കുമ്പിടി രാധാകൃഷ്ണൻ, PM ഉപേന്ദ്ര, വാഴക്കുന്നം ജൂനിയർ വിന്നർ അഭിരൂപ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി മാജിക് മത്സരവും അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാസ്മര 2024 ഓൾ കേരള മാജിക് കൺവെൻഷൻ ഈ വരുന്ന 25-ാം തീയതി പട്ടാമ്പി അരങ്ങേറുകയാണ്. മാജിക് മിഷൻ പാലക്കാട് 2019 നമ്മുടെ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു മാന്ത്രിക കൂട്ടായ്മയാണ്. ഇതിനകം ഒട്ടേറെ മാന്ത്രിക കൺവെൻഷൻ, ചെറുതും വലുതുമായ മാന്ത്രിക സംഗമങ്ങൾ നമ്മൾ നടത്തുകയും വളരെ വലിയ വിജയത്തോടു കൂടി തന്നെ അത് നിങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 3ാമത് മാസ്മര സംഗമമാണ് ഇപ്പോൾ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അഖിൽ ചെർപ്പശ്ശേരി, സുരേഷ് പട്ടാമ്പി, സലാം വല്ലപ്പുഴ, കുമ്പിടി രാധാകൃഷ്ണൻ, മുരളീധരൻ പട്ടാമ്പി, PM ഉപേന്ദ്ര, നന്ദനൻ പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
പ്രധാന വാർത്തകൾ വീണ്ടും. കൂനത്രയിൽ ഭൂമാഫിയയുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് BJP. പ്രദേശത്തെ കുന്നിടിക്കൽ പ്രവൃത്തി നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ. BJP ജില്ലാ പ്രാദേശിക നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. ഭൂമാഫിയയ്ക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ. കേച്ചേരിയിൽ KSRTC ബസിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് 15 പേർക്ക് പരിക്ക്. അപകടം ഇന്ന് രാവിലെ 9 മണിക്ക്. തൃശൂർ ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ തീപിടുത്തം. ആളപായം ഇല്ല. മഴയിൽ പരക്കെ നാശനഷ്ടം. ദേശമംഗലത്ത് റോഡ് ഇടിഞ്ഞു വീണ് അപകട ഭീഷണിയിലായ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടിയായി. ശക്തമായ മഴയിൽ റോഡ് ഇടിഞ്ഞത് ബുധനാഴ്ച വൈകിട്ട്. തൃശൂരിൽ കൂറ്റൻ മരം 11 kV ലൈനിന് മുകളിലൂടെ കടപുഴകി വീണു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.